ഇതിനു മുന്നേ നിങ്ങളിപ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്ത സിനിമയും അത് കുറച്ചും കൂടി ഒരു ഡ്രാമ ടൈപ്പ് മൂവിയാണല്ലോ. അപ്പം അതും ഇത് സർവൈവൽ ടൈപ്പ്. അപ്പം രണ്ടിനും എന്തൊക്കെ ഡിഫറൻസ് ആണ് നിങ്ങൾ ലൈക്ക് പ്രിപ്പയർ ചെയ്തത്? അതെന്ന് പറയുന്ന അത് ഭയങ്കരമായി ഇമോഷണലി നമ്മളെ ടച്ച് ചെയ്യുന്ന ഒരു മൂവിയാണ്. കാരണം ഒരു അപ്പൻ്റെയും മകളുടെയും ബന്ധത്തിലൂടെ പോകുന്നതാണ്, അവരുടെ സഹായമായ അവസ്ഥകളിലൂടെ പോകുന്നതാണ്. ഈ സിനിമ അതല്ല, ഇത് ടോട്ടലി ഒരു 2 മണിക്കൂർ, അത് ഒരു സ്ലോ ടൈപ്പ് മൂവിയാണ്. ഇത് നേരെ ഓപ്പോസിറ്റാണ്, ഇത് ഫാസ്റ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ്. അപ്പോൾ ഇതിന് ഞങ്ങൾക്ക് അതിന് നമുക്ക് മാക്സിമം നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരുന്ന ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസും വിഷ്വൽ ബ്യൂട്ടിയും മ്യൂസിക്കും ഇങ്ങനെയുള്ളതായിരുന്നു. ഇതിനങ്ങനല്ല, ഇത് എല്ലാ ഏരിയയും നമ്മൾ ശ്രദ്ധിക്കണമായിരുന്നു. കാരണം വെച്ചാൽ 2 മണിക്കൂർ ജനങ്ങളെ പിടിച്ച് സീറ്റിൻ്റെ എൻഡിൽ ഇരുത്തണം. കാരണം ഞങ്ങളെല്ലാവരും നല്ല സിനിമ ആസ്വാദകരാണ്. എനിക്ക് ബോറടിച്ചാൽ ഞാൻ ഇറങ്ങിപ്പോകും, അങ്ങനത്തെ മനുഷ്യനാണ്. അപ്പോൾ അതുപോലെ ഇത് ആർക്കെങ്കിലും ബോറടിച്ച് ആരെങ്കിലും ഇറങ്ങിപ്പോകേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പരാജയമാണ്, അതുണ്ടാവരുത് എന്നുള്ളത് ഞങ്ങളുടെ ക്രൂവിൻ്റെ ടോട്ടലി ഒരു ഇതായിരുന്നു. അതിന് എല്ലാവരും ഹെൽപ്പ് ചെയ്തു, അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ ത്രില്ലർ ടൈപ്പ് അല്ലെങ്കിൽ സർവൈവൽ ടൈപ്പ് മൂവീസിനൊക്കെ മ്യൂസിക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അങ്ങനെ ഒരു തരത്തിൽ നമ്മുടെ മൂവിക്കും അത് ആ ഒരു ഔട്ട്പുട്ട് തന്നു അല്ലെങ്കിൽ തരാൻ പറ്റി എന്നുള്ള ഉറപ്പ് തോന്നിയിട്ടുണ്ട്. 100% അതാണ്. കാരണം അല്ലേ ഇങ്ങനെ പറയാതാണല്ലേ, ഒന്നും പറയാനില്ല. സാറ് പിന്നെ ഇപ്പോൾ ന്യൂ ജനറേഷൻ സിനിമകൾക്ക് പറ്റിയൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെന്ന് ചെയ്യുന്നതിന് മുന്നേ പലരും ചോദിച്ചിരുന്നു നമ്മളോട്. അപ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്യുന്നു. പക്ഷെ അങ്ങേരത് പുതിയ പിള്ളേരെക്കാളും ഭംഗിയായിട്ട് ചെയ്തു എന്നുള്ളത് അത് റിവ്യൂ വായിച്ചാലേ. അപ്പോൾ തമിഴ്നാട്ടിലെ റിവ്യൂ വായിച്ചാലേ നമ്മൾ യൂട്യൂബിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മ്യൂസിക്കിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഇന്ന് വരെ ആരും മ്യൂസിക്കിനെ പറ്റി കുറ്റം എന്നല്ല, ഏറ്റവും ടോപ്പ് നിൽക്കുന്ന മ്യൂസിക്കാണ്. മ്യൂസിക്കും പിന്നെ വിഷ്വൽസും ഉണ്ട്, ഡയറക്ഷൻ മാത്രമാണ് ഇത്തിരി പ്രശ്നമുണ്ട്. പിന്നെ ഇതിന് ഒരു ഇൻസ്പെക്ടർ ആയിട്ട് ഒരാൾ അഭിനയിക്കുന്നുണ്ട്, ആ പുള്ളി കുറച്ച് പ്രശ്നമാണ്. ഞാൻ പിടിച്ച് ഒരു 2 സീനിൽ നിർത്തിയതാണ്. ഈ അഹങ്കാരം കൂടുമ്പോഴേ നമുക്ക് ഈ അഹങ്കാരം ഒന്ന് ശമിപ്പിക്കാൻ തോന്നും. അപ്പൊ ഞാൻ ഇത് 2 സീനിൽ അഭിനയിച്ചേ പറ്റോളം തോന്നി. ഈ വിറയലുണ്ടായിരുന്നല്ലോ, അതന്നും ഉണ്ടായിരുന്നു. ഒരാള് ഇതുപോലൊരു വിറയലൊന്നുണ്ടായിരുന്നു ആൾക്ക്. ഈ ആക്ടിങ് ഇപ്പൊ ചെയ്തില്ല, അപ്പൊ ആക്ടിങ് ആണോ അത് ക്യാമറയാണോ ഏറ്റവും കൂടുതൽ പാടായി തോന്നിയത്? ഏറ്റവും കൂടുതൽ പാടല്ല, ജീവിതത്തിൽ ചെയ്യൂലെന്ന് ഉറപ്പിച്ചത് ആക്ടിങ്. നമുക്ക് പറ്റിയ പണിയല്ല അത്. ക്യാമറയുടെ പുറകിൽ നിൽക്കുമ്പോൾ അത് ഇവരെ കൊല്ലം കൂടെ പിടിച്ച് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതുകൊണ്ടല്ല ഞാൻ ഒരിക്കലും ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്ന ആളല്ല. അഹങ്കാരം കൂടുമ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യും. അല്ല, അത് നമ്മൾ ഈ ക്യാമറയുടെ ബാക്കിൽ നിന്നിട്ട് ആർട്ടിസ്റ്റ് 8-10 ടേക്ക് വരുമ്പോൾ അറിയാതെ നമ്മൾ ഫയർ ചെയ്യും, ചിലപ്പോൾ തെറി വിളിക്കും, അതൊക്കെ ഉണ്ടാവും. പരമാവധി ഞാൻ അങ്ങനെ ചെയ്യാത്ത ആളാണ്. എങ്കിൽ പോലും അതിന് മുന്നിൽ വന്നിട്ട് സെക്കൻഡ് ഇരുന്നപ്പോൾ മനസ്സിലായി ഇതൊക്കെ ഒത്തിരി പ്രശ്നമുള്ള കേസ്.